നിങ്ങൾക്ക് വേറൊരു ഗെയിം തരാം. റോങ് ആൻസർ ചാലഞ്ച്. ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാ? ഉമ്മൻചാണ്ടി. മമ്മൂക്കൊക്കെ എത്ര വയസ്സുണ്ട്? 100. വിരാട് കോഹ്ലി ആരാ? ദേവന് എത്ര ബോയ് ഫ്രണ്ട്സ് ഉണ്ട്? 50. സാഗറിന്റെ എന്തെങ്കിലും ഒരു സിംഗിൾ പെർഫോമൻസ് കാണിക്കാൻ പറ്റും? ഉറപ്പായിട്ടും. എന്ത് കാണിക്കണം? ഇഷ്ടമുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കരയട്ടാ? ആ കണ്ണിന് വെള്ളം വരുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ കോമഡി ആയിട്ടിരിക്കുന്നോണ്ടാ. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഞാൻ നിങ്ങൾക്ക് വേറൊരു ഗെയിം തരാം. റോങ് ആൻസർ ചാലഞ്ച്. ഞാൻ സാനേന്റെ അടുത്തൊരു ചോദ്യം ചോദിക്കാം. അതിന്റെ ഉത്തരം ഉമ്മ പറയണം, പക്ഷെ തെറ്റുത്തരം പറയണം. ഇപ്പം ഈ ഡ്രസ്സിന്റെ കളർ എന്താന്ന് ചോദിച്ചാൽ ഇത് ഗ്രീൻ അല്ലേ, പക്ഷെ ഉമ്മ പറയണം ഇത് ബ്ലാക്ക് എന്ന്. മനസ്സിലായോ? ഉമ്മേന്റെ അടുത്ത് ചോദിക്കും ദേവ് പറയണം, പക്ഷെ റോങ് ആൻസർ വേണം പറയാൻ. ദേവന്റെ അടുത്ത് ചോദിക്കുമ്പോ ഞാൻ പറയണം. ആ പിന്നെ ഞാൻ പറയണം. അങ്ങനെ സാഗറിന്റെ അടുത്ത് ചോദിക്കുമ്പോ ഈ ദേവ്, ദേവന്റെ അടുത്ത് ചോദിക്കുമ്പോ ഈ ദേവ്. രോഹിണിന്റെ അടുത്ത് ചോദിക്കുമ്പോ സന പറയണം. മനസ്സിലായോ? തെറ്റുത്തരം പറയണം. തെറ്റുത്തരം പറയണം കേട്ടോ. ഈ ചേച്ചിന്റെ അടുത്ത് ചോദിക്കണതിന് ഉത്തരം തെറ്റേ പറയാം. ഓക്കെ. സനേന്റെ അടുത്ത് ചോദിക്കട്ടെ, ഇങ്ങോട്ട് എങ്ങനെയാ വന്നേ? പ്ലെയിനില്. രാവിലെ എന്താ കഴിച്ചേ? കൽക്കരി. ഈ ഡ്രസ്സിന്റെ കളർ എന്താ? മഞ്ഞ. ഇയാൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ എത്ര ഫോളോവേഴ്സ് ഉണ്ട്? ഒന്നുമില്ല. ഈ കുട്ടിക്ക് എക്സാമിന് എത്ര മാർക്ക് കിട്ടി? 0%. രോഹിണി എന്താ മുടി കെട്ടാത്തെ? ഔട്ടായി. ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാ? ഉമ്മൻചാണ്ടി. രോഹിണി അല്ല, ദേവ്. സോറി. ഓക്കെ. മമ്മൂക്കൊക്കെ എത്ര വയസ്സുണ്ട്? 100. ലാലേട്ടന്റെ ലാസ്റ്റ് പടം? കൈതി. ഔട്ട്. ലുലു മോൾ എവിടെയാ? എന്റെ വീടിന്റെ അടുത്ത്. ഇടിയപ്പം എങ്ങനെ ഉണ്ടാക്കുന്നേ? സനയാണ് പറയണ്ട. അല്ല സാരോട്ട് തറയിലിട്ട്. ഓക്കെ. ദേവന് എത്ര ബോയ് ഫ്രണ്ട്സ് ഉണ്ട്? 50. ചുമ്മാ അല്ലേ കളക്ടറായിട്ട്. വിരാട് കോഹ്ലി ആരാ? എന്റെ വല്യച്ഛൻ. വല്യച്ഛൻ എന്ത് ജോലി? തീപ്പെട്ടി കത്തിക്കുന്നത്. പഴംപൊരി എങ്ങനെ ഉണ്ടാക്കാം? വെള്ളത്തിട്ട്. ട്രെയിനിൽ എത്ര ടയർ ഉണ്ട്? കുറച്ചുകൂടി നല്ല പ്രധാനമന്ത്രി വല്യച്ഛനും. ഇപ്പൊ ആക്ട് ചെയ്യാൻ ഇഷ്ടമാണല്ലോ, സിനിമ അഭിനയിക്കാനാണ് ഇഷ്ടം. പക്ഷെ ഭാവിയിൽ ഇപ്പൊ നന്നായിട്ട് സ്റ്റോറി എഴുതുന്നുണ്ട്, ഡയറക്ഷനും ചെയ്യുന്നില്ലേ? അത് കൂടാണ്ട് നിങ്ങളുടെ വീഡിയോസിന്റെ ഒരു സ്പെഷ്യാലിറ്റി പാട്ടാണ്. ആരാണ് ഈ സോങ്സ് ഒക്കെ സെലക്ട് ചെയ്യുന്നത്? ഞാൻ തന്നെ. അതെന്തൊരു സന്തോഷമാണ് പറയുന്നത്. ഞാൻ സെലക്ട് ചെയ്തിട്ട് ഞാൻ ചേട്ടനോട് കൂടെ ചോദിക്കും. കുഴപ്പമില്ല, ഞാൻ തന്നെ. പക്ഷെ നല്ല സോങ് സെലക്ഷൻ ആട്ടോ. എല്ലാരും ഈ മൂവി സീൻസ് കണക്ക് BGM ഒക്കെ ഇടയ്ക്കെന്ന് വെച്ചാൽ ഇപ്പം ഒരു എങ്ങനെ പറയുന്നത്, ഇപ്പോൾ ഒരു സിറ്റുവേഷനിൽ ഇടുന്ന BGM ഞാൻ അങ്ങനെ ആയിരിക്കില്ല. ഞാൻ കൂടുതലും ഈ സോങ്സ് മാത്രമാണ് കൊണ്ടുപോകണത്. അതും എല്ലാം കൂടെ കറക്റ്റായി പോണൊരു സോങ് സെലക്ട് ചെയ്യും. ഇച്ചിരി പാടാണ് സെലക്ട് ചെയ്യാൻ, പക്ഷേ സെലക്ട് ചെയ്യും. ഞാൻ ഇതിൻ്റെ പാർട്ട് ഫസ്റ്റ് ചെയ്തപ്പോഴും മറ്റേ സ്വീറ്റി സോങ് അത് ട്രെൻഡിങ് ആയിരുന്നു. അതുമാത്രമല്ല എനിക്ക് അല്ലു അർജുൻ്റെ ഇങ്ങനെ മലയാളത്തിലോട്ട് വന്ന സോങ്ങുകളെല്ലാം ഇഷ്ടമാണ്, ഒന്നും ഒരു ഇഷ്ടമല്ലതില്ല. അങ്ങനെ ഇതാ തുടങ്ങി. ഇവളെ വീഡിയോയിലും ഞാൻ മറ്റേ ആ സോങ് ഭയങ്കര ട്രെൻഡിങ് അല്ലായിരുന്നു.
അറിയാലോ, അറിഞ്ഞൂടെ? ഇയാളുടെ കുറെ വീഡിയോസ് ഇല്ലേ? ആദ്യത്തെ വീഡിയോ ഊമയായിട്ട് ചെയ്ത വീഡിയോ. അത് ഏത് സോങ് ആയിരുന്നു? പറഞ്ഞെല്ലാം നിന്നു നീ ഓക്കെ നിണയാ. അങ്ങനെ സംഭവം. ഓക്കെ, നമുക്ക് എന്തായാലും സാഗറിന്റെ എന്തെങ്കിലും ഒരു സിംഗിൾ പെർഫോമൻസ് കാണിക്കാൻ പറ്റും? ഉറപ്പായിട്ടും. എന്ത് കാണിക്കണോ? ഇഷ്ടമുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കരയട്ടാ? ഡയലോഗ്, എന്തെങ്കിലും സിറ്റുവേഷൻ അത് ഞാൻ ലാസ്റ്റ് വീഡിയോ ചെയ്താൽ കാണിച്ചാൽ മതിയോ? എനിക്കിപ്പം വർക്കൗട്ട് ആവുമെന്ന് അറിയത്തില്ല, കാരണം ഇപ്പൊ കോമഡി ആയിട്ട് ഇരിക്കുക. കോമഡിയിൽ കരയാൻ പറ്റണം, അതാണ് യഥാർത്ഥ നടൻ. ഡയലോഗ് ഉണ്ടോ? കണ്ണ് തായിക്കോട്ടാ. ഡയലോഗ് വേണോ? എന്തെങ്കിലും ഒരു അത് ഞാനേ അതിലൊരു സീൻ കാണിക്കും. ഉമ്മാരെ തലയിൽ എണ്ണ അല്ല ഉമ്മ ഉമ്മ കൊടുക്കുന്നുള്ള സീനുണ്ട്, അത് തന്നെ കാണിക്കാം. ഒരു സെക്കൻഡ്. ഓക്കെ. കണ്ണിന് വെള്ളം വരുന്നില്ല, ഞാൻ പറഞ്ഞില്ലേ കോമഡി ആയിട്ടിരിക്കുന്നോണ്ടാ. തന്റെ പേരെന്താ? ഞാൻ തന്നെ ദേവസ്വം വിളിക്കട്ടാ? മതിയാ? ഇല്ലല്ലേ, ദേഷ്യത്തിന് എന്തെങ്കിലും ഒരു ഇത് വേണ്ടേ? ഒബ്ജക്റ്റ് വേണ്ടല്ലോ, വേണ്ടല്ലോ. ഇനി ഒരിക്കൽ കൂടി അവൾ എന്തെങ്കിലും പറഞ്ഞ കൊന്നോളെ. ശരിയായ ശരിയായ എനിക്ക് എന്റെ അതങ്ങനെ വരും. കോമഡി അങ്ങനെ അധികം ചെയ്യാറില്ല. കോമഡി ചെയ്യാറില്ലാന്ന് വെച്ചാൽ ചെയ്യാറുണ്ടായിരുന്നു. ഞാൻ സ്ഥിരമായിട്ട് കോമഡികളായിരുന്നു ചെയ്തത് പണ്ടത്തെ വീഡിയോസിലെ. പിന്നെ മറ്റേ വീട്ടിൽ താമസിക്കാൻ അതിലെന്തോ അതിൽ കുറച്ച് കോമഡി സാധനമുണ്ട്, ആക്ഷൻസ് ഒക്കെ. ബാക്കി കൂടുതൽ ഇമോഷൻ ഇല്ല. പക്ഷെ കൊള്ളാം. താങ്ക് യു. വെൽക്കം. ഓക്കെ, ഉമ്മയ്ക്കില്ലല്ലോ ഇപ്പം ബായില് സാഗർ സിനിമയിൽ അഭിനയിക്കുമ്പോ എങ്ങനത്തെ റോള് ചെയ്യും, അല്ലെങ്കിൽ ഇന്ന ആളുടെ കൂടെ അഭിനയിച്ചാൽ അഭിനയിക്കുമ്പോഴൊന്നല്ലോ അഭിനയിച്ചാൽ അഭിനയിക്കുമല്ലോ. അയ്യോ അറിഞ്ഞൂടാ, അഭിനയിക്കൂ. ഉറപ്പായിട്ട് അഭിനയിക്കും. അഭിനയിക്കുമ്പോ ആരുടെ കൂടെ അഭിനയിക്കണം എന്ന് ആഗ്രഹം അങ്ങനെയൊക്കെ ഉണ്ടോ? ആഗ്രഹമുണ്ട് എനിക്ക്. ആൾക്കാർ നോക്കും, നമുക്ക് പറയാലോ, നമുക്ക് ആഗ്രഹിക്കാം. നമ്മൾ ഇത്രയും ആഗ്രഹിച്ചാലേ ഇത്രയും കിട്ടുള്ളൂ. ഇപ്പൊ സിനിമയിൽ അഭിനയിക്കുന്നവരെല്ലാം നമുക്കുള്ളവരല്ലേ, നമ്മളല്ലേ അവരെ പ്രോത്സാഹിപ്പിക്കുന്നു. അവന് കുഞ്ഞുനാൾ തൊട്ടേ ആഗ്രഹമാണ്, കൊച്ചിലെ തൊട്ടേ അവനിങ്ങനെ ഈ ഫിലിമിലും അതിലൊക്കെ കയറണം ആഗ്രഹമാണ്. ആദ്യം തൊട്ടേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതായത് ഫസ്റ്റിലെ നമ്മളവിടെ കുറച്ച് ചേട്ടന്മാരുണ്ട്, അപ്പോൾ അവരെനിക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അജിരണ്ണും വിനായകൻ എന്ന് പറയുന്ന അവർ രണ്ടുപേരും എനിക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. പിന്നെ മനുവേട്ടൻ, നമ്മളെല്ലാവരും ഇതിലുള്ളതാണ്. അപ്പോൾ അവരെ അന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമാണ്. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് വീഡിയോ ചെയ്ത് കുറച്ച് എന്ന് വെച്ചാൽ എങ്ങനെ ചെയ്യണം, കണ്ടന്റ് ഞാൻ ചെയ്തിട്ടില്ലല്ലോ. അങ്ങനെ ഞാൻ മറ്റേ മൂവിയിലേക്ക് ക്ലിപ്സ് എടുത്തിട്ട് അതിന്റെ ഡയലോഗൊക്കെ പറഞ്ഞാണ് അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. മാസിലൊക്കെ നടന്നു ആ രീതിയായിരുന്നു. അപ്പോൾ അവർ വന്നിങ്ങനെ പറഞ്ഞു തന്നു, കാര്യമൊക്കെ പറഞ്ഞു തന്നു. ഒരു സെറ്റായി വന്നപ്പം അവര് ബാക്കി ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ ഒറ്റയ്ക്ക് ചെയ്തു തുടങ്ങി. പിന്നെ എനിക്ക് തോന്നി എനിക്കൊരു ഗ്യാങ് വേണമെന്നും പറഞ്ഞ് ഞാൻ അന്ന് എൻ്റെ നാട്ടിലൊരു പയ്യനുണ്ട് ഗോകുൽ എന്ന് പറഞ്ഞാൽ, അവന് എൻ്റെ അനീനയുടെ വെച്ച് വീഡിയോ ചെയ്ത് നമ്മൾ കുറേ ചെയ്ത് വന്ന് ആര് തന്നപ്പോഴാണ് കണ്ടന്റ് മാറ്റി പിടിക്കാന്നുള്ള രീതി വന്നത്. അങ്ങനെയാണ് ഇത് ഇങ്ങനെ ചെയ്യാൻ വിചാരിച്ചത്. അപ്പോൾ അത് മാത്രമല്ല, എനിക്ക് ഉള്ളിൽ നിന്ന് എങ്ങനെയെങ്കിലും ഇതൊന്ന് മാറി അടുത്ത രീതി. കാരണം ഞാൻ ഈ അമീർ ഷാ എന്ന് പറയുന്ന പുള്ളിയുടെ വീഡിയോ കാണും, അറിയാൻ തോന്നുന്നല്ലേ? അമീനല്ല, അമീർ ഷാ എന്ന് പറയുന്ന ഒരു പുള്ളിയുണ്ട്. ആ പുള്ളി ഇങ്ങനത്തെ കുറച്ച് വീഡിയോസ്, കുറച്ച് സ്റ്റോറിയൊക്കെ എഴുതി കുറച്ച് കഷ്ടപ്പെട്ടെടുക്കുന്ന രീതി. അങ്ങനെ കഷ്ടപ്പെട്ടെടുക്കുമ്പോഴത്തേക്കും ഇതിന് മറ്റേത് കഷ്ടപ്പാടില്ലെന്നല്ല കേട്ടോ, അതിന് കണ്ടന്റ് കണ്ടുപിടിക്കണം, ഒരുപാട് കഷ്ടപ്പാടുണ്ട്. എങ്കിൽ പോലും ഇത് സ്റ്റോറിയൊക്കെ എഴുതി ഇങ്ങനെ എടുക്കുമ്പോൾ അതിന് റിസൾട്ട് കിട്ടുമ്പോൾ
സന്തോഷമാണ്. അപ്പൊ അതുപോലെ എനിക്കും സിനിമയിലുള്ള മമ്മൂക്കാരൻ മോനായിട്ടും ദുൽഖറിന്റെ കൂട്ടുകാരനായിട്ടൊക്കെ അഭിനയിക്കാൻ നല്ല ആഗ്രഹമുണ്ട്. സത്യമായ കാര്യമാണ്. ലാലേട്ടൻ്റെ മോനായിട്ടും ലാലേട്ടന്റെ മോനായിട്ട് പൃഥ്വിരാജിന്റെ അനിയനായിട്ട് ഒക്കെ ആഗ്രഹമുണ്ട്. സാഗറിനോ? ബിക്യുവിന്റെ കുട്ടിക്കാലം അറിയോ, അങ്ങനെയൊക്കെ അഭിനയിക്കാൻ ആഗ്രഹമുണ്ട്. പണ്ട് ഞാൻ ഡിക്യുവിനെ വെച്ച് ഇതൊക്കെ വെച്ച് വീഡിയോസ് ചെയ്യുമായിരുന്നു. കാരണം ഭയങ്കര ഫാന, മരിക്കും ഡിക്യു എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ പിന്നെ പിന്നെ ഞാൻ എൻ്റെ ഇതിൽ വന്നപ്പോഴത്തേക്ക് ഞാൻ എൻ്റെതായ ശൈലിയായി. പണ്ടൊക്കെ ഞാൻ ഡിക്യു നടക്കുന്നതൊക്കെ നടന്നൊക്കെ നോക്കുമായിരുന്നു. എന്നിട്ട് ഡിക്യു സംസാരിക്കുന്നതൊക്കെ സാറേ നിനക്ക് കേരളത്തെ പിള്ളേ അറിയില്ല, അങ്ങനെയൊക്കെ സംസാരിച്ചൊക്കെ നോക്കുമായിരുന്നു. ആവൂല സാറേ കേരളത്തെ പിള്ളേ അറിയില്ല. ബസ്സിനുള്ളറിഞ്ഞു കോളേജിലൊക്കെ പഠിക്കുമ്പോഴേ മൊത്തം ദുൽഖറിന്റെ പടങ്ങളിലുള്ളതാണ് ഇവൻ വീഡിയോ ചെയ്യുന്നത്. കോളേജിലെ പെൺപിള്ളേരും ആൺപിള്ളേരുമായിട്ട്. കോളേജിൽ ഒരുപാട് പിള്ളേർ നല്ല സപ്പോർട്ടാണ്. ഇപ്പോഴും അത് തന്നെ ഒരു ഫോൺ വിളിച്ചാൽ ചോദിക്കാൻ ഒരുപാട് വീഡിയോസ് ഉണ്ട്. കോളേജിലെ പിള്ളേരുമായിട്ട് ദുൽഖറിന്റെ സിനിമകൾ ഒരുപാട് റീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പം വേറൊരാളിപ്പം ദുൽഖർ അല്ലാതെ വേറെ ആരെങ്കിലും ചെയ്താലും ഞാൻ ആ ദുൽഖറിന്റെ ശൈലിയിലായിരിക്കും ചെയ്യുന്നത്. അങ്ങനെ ചെയ്തതായാണ് കേട്ടോ, ഞാൻ അങ്ങനെയാണെന്നല്ല. ദുൽഖർ അത്രയ്ക്ക് ഇഷ്ടമാണ്, അതുകൊണ്ടാ. ദുൽഖറാണോ ഫേവറേറ്റ് ആക്ടർ? അതെ അതെ, ദുൽഖറാണ്. എനിക്ക് മറ്റേ കിങ് ഓഫ് കൊത്ത ടൈമിൽ ഞാൻ കരഞ്ഞിട്ടുണ്ട് ഭയങ്കരമായിട്ട്. കാരണം എനിക്ക് പടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, അവരൊക്കെ വന്നിട്ട് പടം പോരെന്നല്ല, പടം ആവറേജ് ആണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം പോയി. ഞാൻ വീട്ടിൽ നിന്ന് ഭയങ്കര ഇതിലൊക്കെ കുറേ നാൾ വീട്ടിനടിച്ച് അകത്തിരുന്നായിരുന്നു. ഇങ്ങനെ പുറത്തൊന്നും ഇറങ്ങാതെ അങ്ങനെ ഇരുന്നായിരുന്നു. അതായത് എൻ്റെ കൂട്ടുകാരെ ചൈൽഡ് ഫ്രണ്ട് വരെ എന്നെ ഊക്കാൻ കിട്ടിയ ഒരു ചാൻസാണ്. പിന്നെ പതുക്കെ മാറി. ഇപ്പം ഐ ആം ഗെയിം വെയിറ്റിംഗ് ആണ്. താത്താരെ പണ്ട് ഡിക്യുവിനെ അന്ന് കെട്ടിപ്പിടിച്ചിട്ടെന്ന് പറഞ്ഞില്ലേ, അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. കിങ് ഓഫ് കൊത്തേര അത് തന്നെ. ഞാൻ ഒരു ദൂരം മുടങ്ങാതെ കാണുമായിരുന്നു പണ്ട്, പിന്നെ അങ്ങ് വിട്ട്. ഇപ്പൊ ഇഷ്ടല്ല? ഇപ്പൊ ഇഷ്ടമാണ് ഉള്ളില്, ആണ് ഓക്ക് കിട്ടും ഉള്ളിൽ. എനിക്ക് ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടം. ഇനിയിപ്പോ എത്ര സ്റ്റോറീസ് ഇങ്ങനെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്? ഒരെണ്ണം എഴുതിക്കൊണ്ട് നിൽക്കുവാണ്. പിന്നെ ഒരെണ്ണം ക്ലാസിക്കൽ ഡാൻസ് പോലത്തെ ഒരു സംഭവമുണ്ട്. പിന്നെ ഡാൻസ് ചെയ്യോ? ഞാനല്ല, ഞാൻ ഡാൻസൊന്നും ചെയ്യത്തില്ല. പിന്നെന്തോ പഠിച്ചാൽ ചെയ്യും കേട്ടോ ചിലപ്പം. ഇത്രേ ഉള്ളൂ. ഇങ്ങനെ തന്നെ ഓരോന്നും മനസ്സിലിങ്ങനെ വന്നിരിക്കും. അതിന് അപ്പോഴെന്തെങ്കിലും ത്രെഡ് ഉണ്ടെങ്കിൽ അപ്പോഴെന്തെങ്കിലും എഴുതി ഇങ്ങനെ വെക്കും. ഞങ്ങൾക്ക് മറന്നു പോയിരിക്കാൻ വേണ്ടിയേ. അത് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ചെയ്യും. ഇങ്ങനെ ആൾക്കാരും, അതായത് ഗേൾസ് ആണെങ്കിലും ബോയ്സ് ആണെങ്കിലും ഇങ്ങനെ മെസ്സേജ് ചെയ്യാറുണ്ടോ? അടുത്ത വീഡിയോയിൽ ഞങ്ങളെയും കൂടെ ചേർക്കും? ഇഷ്ടംപോലെ മെസ്സേജ് അയക്കാറുണ്ട്, ഇഷ്ടംപോലെ അയക്കാറുണ്ട്. എന്താ അവരോട് പറയാം? ചെയ്യാം, നമുക്ക് ചെയ്യാം. ഞാൻ ഇപ്പം ഒന്ന് കയറി വരുന്നതല്ലേ ഉള്ളു, കുറച്ചുകൂടെ കഴിയട്ടെ സെറ്റ് ചെയ്യാം എന്ന് പറയും. ഈ കൊറേ മെസ്സേജസ് ഒക്കെ ഇപ്പൊ വരുന്നുണ്ടാവല്ലോ, അപ്പൊ അതില് ഭയങ്കര ഒരു സന്തോഷം തോന്നിയൊരു മെസ്സേജ് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഏതായിരിക്കും? അഭിനയത്തെ കുറിച്ച് പറയുമ്പോൾ അവരോട്, കാരണം നമ്മൾ ചെയ്തൊരു വർക്ക് കണ്ട് അവർ കരയുന്നു, ബ്രോ ജീവിക്കുവാണ്, ആക്ടിങ് അല്ല എന്നൊക്കെ പറയുമ്പോൾ ഉള്ളിൽ നിന്ന് ഭയങ്കര സന്തോഷം തോന്നാറുണ്ട് കേട്ടോ. ഭയങ്കര ഇതാണ്. കാരണം നമ്മൾ ചെയ്യുന്നൊരു വർക്ക് ഞാൻ നോക്കുമ്പോൾ കൊള്ളാവോ എന്തോ ആ രീതിയാണ്. പക്ഷേ അത് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുമെന്ന് പറയുമ്പോൾ ഭയങ്കര വലിയ കാര്യമല്ലേ. പ്രത്യേകിച്ച് ഫേസ്ബുക്കിൽ ഒരു 500ഓളം കമൻറ്റ് വന്നു. അത് നെഗറ്റീവ് ഇല്ല, എല്ലാം പോസിറ്റീവായിട്ടാണ് വന്നത്. അപ്പം അതെനിക്ക് ഭയങ്കര ഇതായിട്ട് തോന്നി, സന്തോഷമായിട്ട് തോന്നി. എത്രയാണ് ആദ്യത്തെ വരുമാനം? $100 ആയിരുന്നു. അതൊന്നും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. കാരണം പുറത്തുനിന്നുള്ളൊരു വരുമാനമല്ലേ, ആ ഏരിയയിൽ എനിക്ക് തോന്നുന്നു എനിക്ക് മാത്രമേ ഉള്ളതെന്ന് തോന്നുന്നു അല്ലേ ആ ഒരു വരുമാനം. അപ്പം ഭയങ്കര ഹാപ്പി ആയിരുന്നു. മറ്റില്ല അവിടുന്ന് ലെറ്ററൊക്കെ അയക്കുമല്ലോ, പേയ്മെന്റ് അയച്ചെന്നുള്ള രീതിയിൽ, അതൊക്കെ കണ്ടപ്പോൾ പോയി, കയ്യിൽ നിന്ന് പോയി. പക്ഷെ എങ്ങനെ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇത്, കാരണം എനിക്ക് അഭിനയം ഇതാക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള രീതിയിലുണ്ടായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ കറങ്ങി തിരിഞ്ഞൊക്കെ ഇൻസ്റ്റഗ്രാമിൽ തന്നെ വന്നു. ഓക്കെ. ഉമ്മ എങ്ങനെയാ ഇപ്പൊ സഹായിച്ചോണ്ടിരുന്നത്? ഇപ്പോ ഈ പറഞ്ഞ പോലെ വാപ്പയ്ക്ക് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞല്ലോ, അപ്പൊ ഉമ്മ എങ്ങനെയായിരുന്നു ഹെൽപ്പ് ചെയ്തത്? പൈസയൊക്കെ വാപ്പാരെ തന്നെ അടിച്ചു മാറ്റും. വാപ്പ ആകെ പിന്നെ കൊല്ലും. വാപ്പാരെ തന്നെ അടിച്ചൊക്കെ മാറ്റും.
പിന്നെ അല്ലാതെയൊക്കെ മറിച്ച് തിരിച്ചൊക്കെ അവന് പൈസ ഒപ്പിച്ചെന്ന് വെച്ചാൽ അവന്റെ കാര്യം നടക്കട്ടെ എന്ന് പറഞ്ഞു. എനിക്ക് അറിയാം ഇത് എന്നുവെച്ചാൽ നമ്മൾ ഈ ഫോണിലൊക്കെ കാണുന്നില്ലേ ഓരോരുത്തർ ചെയ്യുന്നത്. അപ്പൊ അവനും ആ ഒരു ഇൻട്രസ്റ്റ് തോന്നിയപ്പോ ഞാൻ അത് നീ ചെയ്തു, അതൊക്കെ നമുക്ക് ശരിയാക്കാം. അങ്ങനെയാണ്. ഫാമിലിയൊക്കെ സപ്പോർട്ടാണ്, അമ്മയായാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ വാപ്പായ നല്ല സപ്പോർട്ടാണ്. ധൈര്യമായിട്ട് വീഡിയോ എടുത്ത് നടക്കുന്ന പിള്ളേർ അയ്യോ വീഡിയോ എടുത്ത് നടക്കുന്ന ഒരു ഭാവിയെക്കുറിച്ചൊരു ചിന്തയില്ല, അങ്ങനെയൊന്നും ഭയങ്കര ഫാമിലി അല്ല. എനിക്ക് തോന്നുന്നു ഇപ്പോ അങ്ങനെ ആൾക്കാർ പറയുന്നത് കുറഞ്ഞു. കാരണം അവർക്ക് മനസ്സിലായി. എനിക്ക് തോന്നുന്നു ആദ്യ സമയത്ത് സൊസൈറ്റിയിൽ കുറെ ഉണ്ടായിരുന്നു വീഡിയോ എടുക്കുന്നവർ ഭയങ്കര പുച്ഛായിരുന്നു. ഭയങ്കര പുച്ഛായിരുന്നു. പക്ഷെ ഇപ്പൊ ആൾക്കാർക്ക് അറിയാം ഇവര് ചെയ്യുന്നത് കൊണ്ട് ഇവർക്ക് വലിയ ഗുണമുണ്ട് എന്നുള്ളൊരു സാധനം അക്സെപ്റ്റ് ചെയ്തു തുടങ്ങി. അത് തന്നെ വലിയൊരു മാറ്റം. ഇനി പോകെ പോകെ എല്ലാം അക്സെപ്റ്റ് ചെയ്യും. നിങ്ങളുടെയൊക്കെ വീട്ടിൽ എന്താ പറയാ? ആദ്യമൊന്നും സമ്മതമല്ല. പിന്നെ ചേച്ചി ഉള്ളത് കൊണ്ട് അമ്മ അച്ഛനൊക്കെ സപ്പോർട്ടാണ്. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ചേട്ടനെയും നന്നായിട്ട് അറിയാം, കൊണ്ടുപോകും. ചേച്ചിയായിട്ടുള്ളതായിരുന്നു ഇവരെ വിടുന്നത്. ഇപ്പം എന്നെ അറിയാം, നല്ല കമ്പനിയായി വീട്ടിലൊക്കെ വന്നു. ശാന്തി അമ്മയൊക്കെ ആയിട്ട് കമ്പനിയാണ്, മാമനായിട്ട് കമ്പനിയാണ് കൊടുത്തത്. അപ്പം ഓക്കെയാണ്, എൻ്റെ കൂടെ ഒറ്റയ്ക്ക് വിടും അവളായാലും. ഓക്കെ. ഇവിടെയോ? ഇവിടെ കുറെ നാളായപ്പോ വീഡിയോസ് ഒക്കെ ചെയ്യാൻ തുടങ്ങി. 1 വർഷം കഴിഞ്ഞു. അപ്പം വേറെ ഏതെങ്കിലും ഫിലിംസ് ഒക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഞാനൊരു ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്തോണ്ടിരിക്കുന്നുണ്ട്, കഴിഞ്ഞില്ല. അപ്പൊ എങ്ങനെ വീട്ടില് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വീഡിയോസ് ഒക്കെ ചെയ്യുന്നതൊക്കെ? ആദ്യമൊന്നും ഇഷ്ടമല്ലായിരുന്നു. ഞാൻ ആദ്യമൊക്കെ വീഡിയോ പിന്നെ വഴക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മയും ചേച്ചിയും സപ്പോർട്ടാണ്, പക്ഷെ ബാക്കിയുള്ള കാര്യമാണ് പറഞ്ഞത്. ഞാൻ വീഡിയോ ചെയ്യുന്ന വേറെ ചേട്ടൻ ആരെങ്കിലും ചേട്ടനോട്, ആ ചേട്ടനോട് ഞാൻ വെക്കേഷൻ ടൈം, അതായത് വെക്കേഷൻ ടൈമിൽ കുറേ പിള്ളേർ ഒളിച്ചോടിയൊക്കെ പോയായിരുന്നു. അപ്പം ഞാൻ അത് ബേസ് ചെയ്തിട്ട് ഒരു കണ്ടന്റ് എഴുതിയിട്ട് അതിനൊരു വീഡിയോ ചെയ്തായിരുന്നു. ആ വീഡിയോ ചെയ്തിട്ട് എൻ്റെ ഫാമിലിയിലുള്ളവർ, അതിനകത്ത് ഞാൻ സെക്കൻഡ് ലാസ്റ്റ് എപ്പിസോഡിൽ ഞാൻ തൂങ്ങി മരിക്കാൻ വേണ്ടി കയറുന്ന ഒരു സീനുണ്ട്. നല്ലോണം കഥ എഴുതും കേട്ടോ, നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഒരു സംഭവം നമ്മൾ ചെയ്തു കൊടുത്താൽ അത് നല്ലോണം ഡെവലപ്പ് ചെയ്യും. അത് ഇവരായാലും എനിക്ക് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. പക്ഷെ ഇവള് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ എക്സ്പീരിയൻസ് ഉള്ളതാണെന്ന് തോന്നുന്നു. ഒരു സംഭവം പറഞ്ഞു കൊടുത്താൽ ദേവു എനിക്ക് ഇങ്ങനെ ഒരു സാധനം വേണം എന്ന് പറയുമ്പോൾ സ്പോട്ടിൽ എഴുതിട്ട് വരും. അതങ്ങനെ കിട്ടും. അങ്ങനെ അതൊരു കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് കഴിഞ്ഞപ്പം എൻ്റെ ഫാമിലിയിലുള്ള കുറച്ച് പേര് നാട്ടുകാർ മുമ്പിൽ വെച്ച് എന്നെ ഭയങ്കരമായിട്ട് മോശമായിട്ട് വന്നിട്ടുണ്ട്. നാട്ടുകാർ മുമ്പിൽ വെച്ചിട്ട് എനിക്ക് എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും വിഷമമായ സംഭവം, ഞാൻ ട്രോമയായിരുന്നു എനിക്കെന്ന്. അത് അവർക്ക് അത് അറിയത്തില്ല, അത് അഭിനയമാണ്. പക്ഷെ അത് ദേഷ്യത്തിന് അവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെ ഉള്ളത് പഴയ ആൾക്കാരല്ലേ. നീ കണ്ടവർക്ക് വേണ്ടി തൂങ്ങാൻ കയറി. അതിനകത്തെ സീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഹസ്ബൻഡ് എന്നെ ഒഴിഞ്ഞി, അപ്പൊ ഞാൻ തൂങ്ങാൻ കയറിയാണ്. അത് അങ്ങനെ അങ്ങ് പറഞ്ഞത് കുറെ ആൾക്കാരുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര നാണക്കേടോ എന്തോന്ന് അറിയാൻ വയ്യാത്തൊരു സിറ്റുവേഷൻ ആയിപ്പോയി. ഒരുപാടുണ്ടായിട്ടുണ്ട്. പിന്നെ പക്ഷെ അപ്പോഴേ ഞാൻ നിർത്തുന്നു പറഞ്ഞിരുന്നായിരുന്നു. പിന്നെ എൻ്റെ അടുത്ത് ചെയ്യുന്ന ചേട്ടൻ ആരോഗ്യം ഭയങ്കര സപ്പോർട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ മനുഷ്യനെ. ആ മനുഷ്യൻ എന്നെ ഒരാളെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ആ മനുഷ്യൻ കാരണമാണ്. പിന്നെ അമ്മയും ചേച്ചിയും ഭയങ്കര സപ്പോർട്ടാണ്. പിന്നെ ഇപ്പൊ കുറച്ചൊക്കെ ആയി തുടങ്ങിയപ്പോ, കുറച്ചേരൊക്കെ അറിഞ്ഞു തുടങ്ങിയപ്പോഴത്തേക്കും എല്ലാരും ഓക്കെയാണ്. ഈ പണ്ട് കുറ്റം പറഞ്ഞ ആൾക്കാരൊക്കെ മെസ്സേജ് ചെയ്യാറുണ്ട്? ഇല്ല. അത് ഞാൻ എന്റെ മാക്സിമം ക്ഷമിക്കും. പക്ഷെ ഞാൻ വെട്ടിക്കളഞ്ഞ പിന്നെ തിരിഞ്ഞില്ല. ഓക്കെ. ഞാൻ ചെയ്യട്ടെ, ഈ ദേവുവിന്റെ അടുത്താ ഈ ഹെയർ കെയർ എന്തുവാ ചെയ്യുന്നത്? ആൾക്കാർ ചോദിക്കാറില്ലേ? ചോദിക്കാറുണ്ട്. ഒന്നും ചെയ്യാറില്ല, സാധാ എല്ലാരും സ്ഥിരം ഡയലോഗാ. സ്കിൻ കെയർ വന്നിട്ട് വെള്ളം കുടിക്കും, ഉറങ്ങും. ഇല്ല, അങ്ങനെ ഒന്നും ചെയ്യാറില്ല. പാരമ്പര്യമായിട്ടായിരിക്കാം. അമ്മയ്ക്കൊക്കെ നല്ല മുടി ഉണ്ടായിരുന്നു, അങ്ങനെ പാരമ്പര്യമായിട്ട് കിട്ടിയതാണ്. അല്ലാതെ അനിയത്തിക്ക് ഇപ്പൊ വെട്ടി, അവൾക്ക് അത്ര മുടി ഇഷ്ടമല്ല. എനിക്ക് മുടി ഇഷ്ടമാണ്, അപ്പം തന്നെ വളരുന്നു. ഞാൻ കമന്റ്സ് ഒക്കെ കാണാറുണ്ട്, ചോദിക്കാറുണ്ട് എന്താ ഓയിൽ തേക്കുന്ന ഏതാണെന്ന്. പിന്നെ ഒന്നും തേക്കാറൊന്നുമില്ല, പാരമ്പര്യമായിട്ട്. ഓക്കെ. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. അപ്പോൾ ഇനി ഒരുപാട് നല്ല നല്ല വീഡിയോസ് ഒക്കെ ചെയ്യട്ടെ. ഇൻസ്റ്റഗ്രാമിൽ മാത്രം നിൽക്കാതെ ബിഗ് സ്ക്രീനിൽ എല്ലാവരെയും പെട്ടെന്ന് കാണാൻ സാധിക്കട്ടെ. ഇനിയിപ്പോ അടുത്ത വർഷം ഇറങ്ങുന്ന സിനിമകളിൽ ചിലപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഒക്കെ എവിടെയെങ്കിലും ഒക്കെ കാണട്ടെ. അപ്പൊ ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്.